കവീന്ദ്രാണാം ചേതഃ കമലവനബാലാതപരുചിം ഭജന്തേ യേ സന്തഃ കതിചിദരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാഃ തരുണതരശൃംഗാരലഹരീ ഗഭീരാവിർവാഗ്ഭിഃ വിദദതി സതാം രഞ്ജനമമീ. സൗന്ദര്യലഹരിയിലെ 16-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. കഴിഞ്ഞ 15-ാം ശ്ലോകവും ഈ ശ്ലോകവും ഇനി വരുന്ന ശ്ലോകവും 3 ശ്ലോകങ്ങൾ ദേവിയെ, പാർവതീ ദേവിയുടെ തന്നെ വിവിധ സാരസ്വത ഭാവങ്ങൾ അഥവാ വിദ്യാപ്രധാനമായിരിക്കുന്ന സരസ്വതീ ദേവിയുടെ ഭാവങ്ങളിൽ ഉപാസിക്കുന്ന ആ സമ്പ്രദായങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രയോജനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപാസനാവിധികളൊക്കെ ഉണ്ട് എന്ന് പല തന്ത്രശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശങ്കരാചാര്യർ ഈ സൗന്ദര്യലഹരിയിലൂടെ അംഗീകരിക്കുകയും നമുക്കൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ്. ശാക്തേയ സമ്പ്രദായത്തിലുള്ള പല ഉപാസനാക്രമങ്ങളെയും ഈ സൗന്ദര്യലഹരിയിലേക്ക് സമന്വയിപ്പിക്കുന്നു. അങ്ങനെ ശങ്കരാചാര്യർ ശാക്തേയ സമ്പ്രദായത്തെ തന്നെ സനാതനധർമ്മത്തിൻ്റെ ഒരു മുഖ്യ ധാരയായി അംഗീകരിച്ച് എല്ലാ മതങ്ങളെയും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ സനാതനധർമ്മത്തിൽ പല മതങ്ങളുണ്ട്. അതായത് ഗാണപത്യം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, സൗരം, കൗമാരം മുതലായി പല സമ്പ്രദായങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നു, പരസ്പരം കണ്ടാൽ കൊലവിളിക്കുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ടായിരുന്നു. അത്രയ്ക്കും വിഘടിച്ചു നിന്നിരുന്ന വിഭിന്ന മതങ്ങളായിരുന്ന ഈ സമ്പ്രദായങ്ങളെ ആദിശങ്കര ഭഗവത്പാദർ അദ്വൈതം എന്ന സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ ദേവതാ ഉപാസനകളും ആരുടെ ഇഷ്ടദേവതാ ഉപാസനയും അവസാനം ലക്ഷ്യത്തിൽ ഒരേ തത്വത്തിലാണ് എത്തിച്ചേരുന്നത്. വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മതത്വത്തെ തന്നെയാണ് ഓരോ സമ്പ്രദായങ്ങളിലും അവരവരുടെ ഇഷ്ടദേവതയായി ഭജിക്കുന്നത് എന്ന് സ്ഥാപിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ ഇതിനെയെല്ലാം നോക്കിക്കാണണം. പലതരത്തിലുള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ പല തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മളിതിലെല്ലാം ഓടി നടക്കണമെന്ന് അർത്ഥമില്ല. ഓരോ ഉപാസനയെ ഒരാൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ കുറേ വൈവിധ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഓരോ ദിവസം എടുത്ത് പരീക്ഷിച്ച് നോക്കാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ കഥയായിട്ട് പറയും, നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഒരിടത്ത് തന്നെ കുഴിക്കണം. അല്ലാതെ ഒരു ദിവസം ഒരു 4 കോല് ഒരു ഭാഗത്ത് കുഴിച്ചു, അവിടെ വെള്ളം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്ത് പിന്നെ ഒരു 6 കോല് കുഴിച്ചു നോക്കി, അവിടെയും വെള്ളം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരിടത്തൊരു 7 കോല് കുഴിച്ചു. ഓരോ ദിവസം മാറി മാറി പുതിയ പുതിയ സ്ഥലങ്ങളിൽ കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വെള്ളം കാണാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഒരേ സ്ഥലത്ത് തന്നെ ഈ കുഴിക്കലെല്ലാം ഒന്നിച്ച് കുഴിച്ചിരുന്നെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ വെള്ളം കാണുമായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഉപാസന എന്നുള്ളതിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ഏകാഗ്ര ഭക്തി ഉണ്ടാവണം, അനന്യഭക്തി ഉണ്ടാവണം. അതാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ ആ ദേവിയെ, ത്രിപുര സുന്ദരിയെ, പാർവതീ ദേവിയെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഭാവത്തിലും ഓരോരുത്തരും ധ്യാനിക്കുന്നത്, ഉപാസിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു രൂപം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാറ്റിൻ്റെയും പുറകെ നമ്മൾ പോകണമെന്ന് അർത്ഥമില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 16-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് വരാം. 15-ാം ശ്ലോകത്തിൽ
ദേവിയുടെ വെളുത്ത വർണ്ണത്തിലുള്ള സരസ്വതീ ഭാവത്തെ, രണ്ട് കൈകൾ വരദ അഭയങ്ങളായും മറ്റൊരു കയ്യിൽ സ്ഫടികമാലയും ഒരു കയ്യിൽ ഗ്രന്ഥവും ധരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ദേവിയെ ഉപാസിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഉപാസിക്കുന്നവർക്ക്, സജ്ജനങ്ങൾക്ക് വാഗ്ധോരണികൾ തേനും പാലും മുന്തിരിങ്ങയും പോലെ മാധുര്യമുള്ളതായിട്ട് ഒഴുകുന്നു എന്നായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഇവിടെ നമുക്ക് നോക്കാം. കവീന്ദ്രാണാം ഛേദകമലവന ബാലാതപ രുചിം ഭജന്തേ യേ സന്തഃ കതിചിത് അരുണാമേവ ഭവതീം എന്നാണ് ആദ്യത്തെ രണ്ട് വരി. അപ്പോൾ കവീന്ദ്രാണാം ഛേദകമലവന ബാലാതപ രുചിം ദേവിയെ വർണ്ണിക്കുകയാണ്. കവീന്ദ്രാണാം എന്ന് പറഞ്ഞാൽ കവീന്ദ്രന്മാരുടെ എന്ന് പറഞ്ഞാൽ കവിശ്രേഷ്ഠന്മാരുടെ, നല്ല കവിത്വ സിദ്ധിയുള്ളതായിട്ടുള്ള ആളുകളുടെ ഛേദ കമലവന ബാലാതപ രുചിം. അപ്പോൾ അവരുടെ ചേതസ്, അവരുടെ ചിത്തം അതൊരു കമലവനങ്ങൾ പോലെ, ഓരോ കവികളുടെയും മനസ്സ് ഓരോ താമര പൊയ്ക പോലെ, പത്മവനങ്ങൾ, കമലവനങ്ങൾ പോലെ. അപ്പോൾ അതിന് ദേവി ആരാണ്? ബാലാതപ രുചി, ബാലസൂര്യനെ പോലെ കാന്തിയുള്ളവൾ. താമരപ്പൂക്കളെ ഉണർത്തുന്നത്, വിരിയിക്കുന്നത് ഉദയസൂര്യനാണ്. സൂര്യോദയ സമയത്താണ് താമര വികസിച്ചു വരിക. അപ്പോൾ ഇവിടെ ദേവിയെ ആ ഉദയസൂര്യനെ പോലെ ഉപമിച്ചുകൊണ്ട് ബാലാതപ രുചിം, ബാലാതപ കാന്തിയോടുകൂടിയവളായ അരുണാം ഏവ എന്ന് പറയുന്നുണ്ട്. അരുണവർണ്ണത്തിലുള്ളവളായ. അപ്പോൾ സൂര്യോദയത്തിൽ അരുണ ഉദയമാണ് ആദ്യം വരിക. സൂര്യന് മുമ്പേ വരുന്നതാണ് അരുണോദയം. സൂര്യൻ്റെ സാരഥിയുടെ പേരും അരുണനാണ്. ആ അരുണവർണ്ണം ഉള്ളവൻ, അല്ലെങ്കിൽ അരുണൻ്റെ വർണ്ണം കൊണ്ടായിരിക്കാം പിന്നീട് ചുവന്ന വർണ്ണത്തിന് അരുണവർണ്ണം എന്ന് പറഞ്ഞു. ഇവിടെ ഡാർക്ക് റെഡ് അല്ല, മാണിക്യത്തിൻ്റെ ഒരു ചുവപ്പായിട്ടാണ് ഈ അരുണവർണ്ണത്തെ പറയുക. അപ്പോൾ ആ ഒരു ചുവന്ന വർണ്ണത്തോടു കൂടിയ അരുണയായിരിക്കുന്ന ദേവിയെ ഏ കതിചിത് സന്തഃ ഭജന്തേ എന്ന് പറയുന്നുണ്ട്. ഏ കതിചിത് സന്തഃ, ഏത് കതിചിത് എന്ന് പറയുമ്പോൾ ഏതോ ചിലർ, വളരെ ചുരുക്കം ചില സജ്ജനങ്ങൾ, സന്തഃ ഭജന്തേ. അപ്പോൾ ചില സജ്ജനങ്ങൾ ദേവിയെ ഭജിക്കുന്നത് ഇങ്ങനെയുള്ള ബാലാതപ രുചിയോടുകൂടി അഥവാ അരുണവർണ്ണയായിട്ടാണ്. നമ്മൾ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമ്പോൾ ദേവിയുടെ കാമേശ്വരി രൂപത്തെ ധ്യാനിക്കാറുണ്ട്. അരുണാം കരുണാ തരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം എന്നുള്ള ആ അരുണാം കരുണാതരംഗിതാക്ഷീം എന്ന് പറയുന്ന ആ അരുണവർണ്ണത്തോടുകൂടിയവളായ കാമേശ്വരി ദേവിയെ. അപ്പോൾ 4 കൈകളിൽ പാശ, അങ്കുശ, ധനുസ്, അമ്പ് എല്ലാം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള രൂപത്തിൽ നമ്മൾ മുമ്പേ കണ്ടതായിട്ടുള്ള രൂപം. അപ്പോൾ ആ രീതിയിൽ ധ്യാനിക്കുന്നവരുണ്ട്. ഇവിടെ സരസ്വതിയാണ്. ഇവിടെ ചുവന്ന സരസ്വതിയായിട്ടാണ് ഈ കവികളുടെയൊക്കെ ഹൃദയത്തിൽ ബാലസൂര്യനെ പോലെ അവരുടെ ഉള്ളിലെ ചിത്തങ്ങളെ ഉണർത്തുകയാണ്. താമര വിരിയുന്ന പോലെ ഉണർത്തുന്നതായിട്ടുള്ള ദേവിയെ ആരാണോ ഭജിക്കുന്നത്. അപ്പോൾ ഈ ദേവിക്ക് 8 കൈകളുള്ളതായിട്ട് ചില മഹാത്മാക്കൾ പറഞ്ഞു. ഇതിൽ പറഞ്ഞിട്ടില്ല, ഈ ശ്ലോകത്തിൽ ഏത് ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. അരുണയായിട്ട് എന്നേ പറഞ്ഞുള്ളൂ, അങ്ങനെ ഭജിക്കുന്നവർക്ക് എന്ന്. അപ്പോൾ അരുണ സരസ്വതി ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞതായിട്ടുള്ള വെളുത്ത സരസ്വതിയുടെ കയ്യിലുള്ള 4 കൈകൾ പോലെയും, അതുപോലെ ഇപ്പോൾ പറഞ്ഞല്ലേ കാമേശ്വരി എന്നതായിട്ടുള്ള ഭാവത്തിലെ 4 കൈകളിലുള്ള ആയുധങ്ങളും. അപ്പോൾ 8 കൈകളിൽ ആദ്യത്തെ മുൻകൈകൾ വരദ അഭയങ്ങളായും, പിന്നിൽ സ്ഫടികമാലയും ഗ്രന്ഥവും, പിന്നീട് പാശം, അങ്കുശം, അതുപോലെ അമ്പ്, വില്ല് ഇങ്ങനെയുള്ള ആയുധങ്ങൾ ധരിച്ചവളായും. അപ്പോൾ മൊത്തം 8 കൈകൾ, അതിൽ അഭയവരദങ്ങൾ അടക്കം. അപ്പോൾ ഈ അരുണയായ കാമേശ്വരിയുടെ കയ്യിലെ 4 കൈകളിലുള്ള ആയുധങ്ങളും സരസ്വതിയുടെ കയ്യിലുള്ളതായിട്ടുള്ള സ്ഫടികമാലയും ഗ്രന്ഥവും വരദാഭയങ്ങളും ചേർത്തു അങ്ങനെയുള്ളതായിട്ടുള്ള ഭാവത്തിൽ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്ന അവർ അമീ എന്ന് പറയുന്നുണ്ട്. രഞ്ജനം അമീ എന്ന അവസാനത്തെ വരിയിൽ അമീ എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥമാണ്. ഇങ്ങനെ ധ്യാനിക്കുന്നതായിട്ടുള്ള അവർ വിരിഞ്ചി പ്രേയസ്യാഹ, വിരിഞ്ചി പ്രേയസി എന്ന് പറഞ്ഞാൽ വിരിഞ്ചൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പ്രേയസി സരസ്വതി ദേവി. അപ്പോൾ
ബ്രഹ്മദേവന്റെ പ്രിയതമയായ സരസ്വതീ ദേവിയുടെ തരുണതര ശൃംഗാര ലഹരീ ഗബീരാഭിഹി വാഗ്ഭിഹി. തരുണതര ശൃംഗാര ലഹരീ ഗബീരാഭിഹി, ഒറ്റ പദമാണത്. വാഗ്ഭിഹി എന്നുള്ളതിൻ്റെ വിശേഷണമാണ് തരുണതര ശൃംഗാര ലഹരീ വാഗ്ഭിഹി ഗബീരാഭിഹി വാഗ്ഭിഹി. അപ്പോൾ തരുണതരം എന്ന് പറഞ്ഞാൽ നല്ലപോലെ തരുണമായത്, ആ കൗമാര എന്താ പറയുക താരുണ്യഭാവം നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ തുടക്കമാണ് താരുണ്യം. ആ താരുണ്യം നിറഞ്ഞിരിക്കുന്ന യുവത്വം തുളുമ്പുന്നതായിട്ടുള്ള ശൃംഗാരലഹരീ ഗബീരാഭിഹി, ആ പ്രേമപ്രവാഹം ശൃംഗാരപ്രവാഹമായിരിക്കുന്ന ഗംഭീരങ്ങളായിരിക്കുന്ന അഗാധ ഗംഭീരങ്ങളായിരിക്കുന്ന വാഗ്ഭിഹി, വാക്കുകളെ കൊണ്ട്, അങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് സദാം രഞ്ജനം വിദദതി, സജ്ജനങ്ങൾക്ക് രഞ്ജനത്തെ നൽകുന്നു, അഥവാ വിരുന്നൂട്ടുന്നു എന്നർത്ഥം. അവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിനും ചെവിക്കും ആനന്ദത്തെ നൽകുന്നതായിട്ടുള്ള കാവ്യങ്ങളെ രചിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെ അരുണവർണയായ ദേവിയെ ഏത് സജ്ജനങ്ങളാണോ ഭജിക്കുന്നത് അവർ മറ്റ് മഹാത്മാക്കൾക്ക് സജ്ജനങ്ങൾക്കൊക്കെ ആനന്ദം നൽകുന്നതായിട്ടുള്ള ഗംഭീര പദങ്ങളെ കൊണ്ട് ശൃംഗാരലഹരീ ഗബീരാഭിഹി, സരസ്വതിയുടെ യൗവനം തുളുമ്പുന്നതായിട്ടുള്ള പദപ്രവാഹങ്ങളെ കൊണ്ട്, ശൃംഗാര പദപ്രവാഹങ്ങളെ കൊണ്ട്. അവ കേൾക്കുന്നവർക്ക് ശൃംഗാരമെന്ന് തോന്നുമെങ്കിലും അവ അഗാധ ഗംഭീരങ്ങളാണ്. അത് എന്താ പറയുക ദിവ്യമായിട്ടുള്ള ശൃംഗാരമാണ്. ഈശ്വര സംബന്ധമായിട്ടുള്ള കാമേശ്വരി പ്രേമത്തെ സംബന്ധിച്ചതായിട്ടുള്ള ശൃംഗാരത്തെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഗംഭീരങ്ങളായ വാക്കുകളെ കൊണ്ട് കേൾക്കുന്ന സജ്ജനങ്ങൾക്ക് വിരുന്നൂട്ടുന്നതായിട്ടുള്ള കവിതകളെ അവർ രചിക്കുന്നു എന്ന് ആ ഒരു ഫലം പറയുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഉപാസനാ സമ്പ്രദായമുണ്ട്. ദേവിയെ അരുണ സരസ്വതിയായിട്ട് ധ്യാനിക്കുന്നു. അതിൻ്റെ ഫലം അതിഗംഭീരങ്ങളായിട്ടുള്ള സരസ്വതീ പ്രവാഹം, കാവ്യപ്രവാഹം അവരിൽ നിന്ന് ഉണ്ടാകുന്നു. അവരെ സരസ്വതി ദേവി നല്ലതുപോലെ അനുഗ്രഹിക്കുന്നു എന്ന് താല്പര്യം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവീ വദന കമലാമോദമധുരൈ. സൗന്ദര്യലഹരിയിലെ 17-ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ കണ്ട ആശയത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ 17-ാം ശ്ലോകത്തിലും. 15ഉം 16ഉം ശ്ലോകങ്ങളിൽ ദേവിയുടെ വിവിധ ഉപാസനകളെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ദേവിയെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന സാരസ്വത സിദ്ധി അഥവാ സരസ്വതീ ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. ത്രിപുരസുന്ദരിയുടെ അംശം തന്നെയാണ് സരസ്വതീ ദേവി. അപ്പോൾ ആ ദേവിയെ, ത്രിപുരസുന്ദരിയുടെ അംശമായിട്ടുള്ള സരസ്വതിയെ 15-ാം ശ്ലോകത്തിൽ വെളുത്ത രൂപത്തിലും 4 കൈകളോടും കൂടി ധ്യാനിക്കുന്നതിനെക്കുറിച്ചും 16-ാം ശ്ലോകത്തിൽ അരുണവർണ്ണത്തോടുകൂടി 8 കൈകളോടുകൂടിയതായിട്ടുള്ള ഭാവത്തിൽ ധ്യാനിക്കുന്നതിനെയും ആരാധിക്കുന്നതിനെയും കുറിച്ച് സൂചിപ്പിച്ചു. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതായിട്ടുള്ള കവിത്വസിദ്ധി, പാണ്ഡിത്യം, വളരെ മനോഹരങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് നല്ല നല്ല അർത്ഥവത്തുകളായ ശൃംഗാരലഹരിയോടുകൂടിയതായിട്ടുള്ള കവിതകൾ രചിച്ച് ലോകത്തെ മുഴുവൻ അവർ ആകർഷിക്കുന്നു, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ 17-ാം ശ്ലോകത്തിലും സമാനമായിട്ടുള്ള ഒരു ആശയം നോക്കാം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിഃ ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ. അപ്പോൾ യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവനാണോ, ത്വാം സഞ്ചിന്തയതി അമ്മയെ
സമ്യക്കായി ചിന്തനം ചെയ്യുന്നത്, വിചാരം ചെയ്യുന്നത്, ധ്യാനിക്കുന്നത്, ഉപാസിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഇവിടെ ദേവിയെ ജനനി എന്നൊരു സംബോധനയും ഇടയിൽ വിളിച്ചു. ഹേ ജനനി, അല്ലയോ ലോകത്തിൻ്റെ മുഴുവൻ ജനനിയായിരിക്കുന്നവളെ, ഈ ലോകങ്ങളെ മുഴുവൻ ജനിപ്പിക്കുന്നവളെ എന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജനനിയായ പരാശക്തിയെ, ത്രിപുര സുന്ദരിയെ തന്നെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ആ ദേവിയെ തന്നെയാണ് ഇവിടെ ഉപാസിക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആരോട് കൂടിയിട്ട് എന്ന് പറയുന്നത് സഹ എന്ന് പറയുന്നുണ്ട്. സഹ എന്ന് പറഞ്ഞാൽ കൂടെ. അപ്പോൾ ആരോട് കൂടിയിട്ട്? വശിന്യാദ്യാഭിഹി എന്ന് പറഞ്ഞു. വശിന്യാദ്യാഭിഹി സഹ ത്വാം യഹ സഞ്ചിന്തയതി. വശിന്യാദ്യാഭിഹി എന്ന് പറഞ്ഞാൽ വശിനി മുതലായവരാൽ, അവരോട് കൂടെ എന്നൊക്കെ സഹ ശബ്ദം കൂടി പ്രയോഗിച്ചപ്പോൾ, അപ്പോൾ വശിനി മുതലായവരോട് കൂടെ, അല്ലയോ ജനനി, അമ്മയെ ആരാണോ ഉപാസിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ വരി. അപ്പോൾ ആ വശിന്യാദി ദേവതകളെക്കുറിച്ചാണ് ഇവിടെ ആദ്യത്തെ വരിയിൽ വിശേഷണങ്ങളായിട്ട് പറഞ്ഞത്. അത് സവിത്രീബിർ വാചാം എന്ന് പറഞ്ഞു. വാചാം സവിത്രീബിഹി എന്ന് അന്വയം. വാചാം സവിത്രീബിഹി എന്ന് പറഞ്ഞാൽ വാക്കുകളെ പ്രസവിക്കുന്നവരാണ് ഈ വശിന്യാദി വാഗ്ദേവതകൾ ആണ്. സവിത്രി എന്ന് പറഞ്ഞാൽ പ്രസവിത്രി എന്ന് തന്നെയാണ് അർത്ഥം. സവിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നവൾ. അതിൽ പ്രാ എന്ന് ചേരുമ്പോൾ പ്രസവം എന്നാവുന്നു എന്നേ ഉള്ളൂ. ഉപസർഗമാണ് പ്രാ എന്നുള്ളത്. നന്നായി പ്രസവിക്കുക എന്നായി. അപ്പോൾ സവിക്കുക. അപ്പോൾ സവിത്രീബിഹി വാചാം എന്ന് പറഞ്ഞാൽ വാക്കുകളെ പ്രസവിക്കുന്നവരാണ് ഈ വശിന്യാദി വാഗ്ദേവതകൾ. അവരുടെ രുചി, അവരുടെ കാന്തിയെക്കുറിച്ച് പറയുകയാണ്. ശശിമണി ശിലാഭംഗ രുചിഭിഹി. ശശിമണി എന്ന് പറഞ്ഞാൽ ശശി ചന്ദ്രനാണ്, ശശിമണി ചന്ദ്രകാന്തക്കല്ലാണ്. അപ്പോൾ ചന്ദ്രകാന്തക്കല്ലിൻ്റെ ശില, ആ ശിലയുടെ ഭംഗം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം, ഗണ്ഡം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ചന്ദ്രകാന്തക്കല്ലിൻ്റെ ഗണ്ഡം പോലെയുള്ള രുചിയോട് അഥവാ കാന്തിയോട്, ശോഭയോട് കൂടിയവർ. അപ്പോൾ നല്ല ചന്ദ്രകാന്തക്കല്ലിൻ്റെ ആ വെളുത്ത വർണ്ണം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെളുത്ത വർണ്ണത്തോടു കൂടിയതായിട്ടുള്ള ഈ വശിന്യാദി ദേവതകളോടുകൂടി അമ്മയെ ആരാണോ ചിന്തിക്കുന്നത്, സഹ അവൻ കാവ്യാനാം കർത്താഭവതി. എങ്ങനെയുള്ള കാവ്യാനാം കർത്താഭവതി? മഹതാം കാവ്യാനാം കർത്താഭവതി. അവൻ മഹത്തായ കാവ്യങ്ങളുടെ കർത്താവായി ഭവിക്കുന്നു. മഹാകാവ്യങ്ങൾ, ലോകപ്രശസ്തങ്ങളാവുന്ന കാവ്യങ്ങളുടെ കർത്താവായി ഭവിക്കുന്നു. അത് എങ്ങനെയുള്ള കാവ്യങ്ങളെന്ന് ഒന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ്. ഭംഗിരുചിഭിഹി വചോഭിഹി വാഗ്ദേവി വദന കമലാമോദ മധുരൈഹി. അപ്പോൾ നല്ല ഭംഗിരുചിയുള്ളത്, രചനാവൈശിഷ്യം കൊണ്ട് മനോഹരങ്ങൾ എന്നർത്ഥം. ഭംഗിരുചിഭിഹി വാഗ്ദേവി വദനകമല ആമോദ മധുരൈഹി വചോഭിഹി എന്ന്. വചോഭിഹി വാഗ്ഭിഹി എന്നർത്ഥം, വാക്കുകളെ കൊണ്ട്. അപ്പോൾ എങ്ങനെയുള്ള വാക്കുകൾ? വാഗ്ദേവിയുടെ, സരസ്വതീ ദേവിയുടെ വദനകമല, വദനകമലം എന്ന് പറഞ്ഞാൽ മുഖമാകുന്ന താമരയിൽ നിന്നുള്ള ആമോദ മധുരൈഹി. ആമോദം എന്ന് പറഞ്ഞാൽ സൗരഭ്യം, ഗന്ധം എന്നർത്ഥം, നല്ല സുഗന്ധം എന്നർത്ഥം ആമോദം. മധുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രുചി, നല്ല മധുരമുള്ള രുചി. അപ്പം നല്ല സുരഭിയും അല്ലെങ്കിൽ നല്ല സൗരഭ്യവും നല്ല മധുരവുമുള്ളതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് മഹത്തായ കാവ്യങ്ങളുടെ കർത്താക്കന്മാരായി ഭവിക്കുന്നു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം, അക്ഷരാർത്ഥം എന്നൊക്കെ പറയാം. അപ്പോൾ ദേവിയെ ഇവിടെ ഉപാസനാ രീതി ഒന്ന് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. മുൻ ശ്ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ത്രിപുരസുന്ദരി ദേവിയെ തന്നെ വശിന്യാദി വാഗ്ദേവതകളോടുകൂടി ആരാണോ ഉപാസിക്കുന്നത്, അവർ വളരെ ശ്രേഷ്ഠങ്ങളായ മഹാകാവ്യങ്ങളെ, കാളിദാസൻ അല്ലെങ്കിൽ വാത്മീകി, വ്യാസൻ മുതലായവരൊക്കെ രചിച്ച പോലെയുള്ളതായിട്ടുള്ള മഹാകാവ്യങ്ങളെ രചിക്കുവാൻ അവർ ശ്രേഷ്ഠരായി തീരുന്നു, കവികളായി തീരുന്നു. അവരുടെ വാക്കുകൾക്ക് സരസ്വതിയുടെ ആ വാക്കുകളുടെ സൗരഭ്യവും മാധുര്യവും ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വശിന്യാദി വാഗ്ദേവതകൾ ആരാണെന്ന് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വശിന്യാദി വാഗ്ദേവതകൾ നമ്മളെ പ്രശസ്തമായിട്ടുള്ള ലളിതാ സഹസ്രനാമം രചിച്ച ഋഷി തുല്യകളായിട്ടുള്ള ദേവികളാണ്.
ഈ ദേവിയുടെ തന്നെ ത്രിപുരസുന്ദരി തന്നെ അംശങ്ങൾ തന്നെയാണ് അവർ. ദേവിയുടെ സേവകമാരായിട്ട് ഭൃത്യകളായിട്ട് ദേവിയെ ശുശ്രൂഷിക്കുന്നവരുമാണ് വശിന്യാദി വാഗ്ദേവതകൾ. അപ്പോൾ ലളിതാദേവിയുടെ ആജ്ഞപ്രകാരം ഈ വശിന്യാദി വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രനാമം രചിച്ചത് എന്ന് ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർവഭാഗത്തിൽ കാണാൻ കഴിയും. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ആ ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഋഷി, ഛന്ദസ്, ദേവത ഇതൊക്കെ സ്മരിക്കുകയാണെങ്കിലും അവിടെ അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ അല്ലെങ്കിൽ മാലാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവത ഋഷയ അനുഷ്ടുപ് ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവത എന്ന് സങ്കല്പം പറഞ്ഞിട്ടാണ് ലളിതാ സഹസ്രനാമം പാരായണം ആരംഭിക്കുക. അപ്പോൾ വശിന്യാദി വാഗ്ദേവതകളാണ് ഇതിൻ്റെ ഋഷികൾ. അപ്പോൾ അവർ 8 പേരാണ്. പേരൊന്ന് സൂചിപ്പിക്കാം. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി. ഇങ്ങനെ 8 പേരുണ്ട് അവർ. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ വർണ്ണങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. വർണ്ണം എന്നാൽ അക്ഷരങ്ങൾ. അപ്പോൾ സംസ്കൃത ഭാഷയിലുള്ള 50 അക്ഷരങ്ങൾക്ക് അതിദേവതകളാണ് ഇവർ. അപ്പോൾ ആദ്യത്തെ 16 അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളാണ്. ആ, ആ, ഈ മുതലായിട്ടുള്ള അക്ഷരങ്ങൾ. അതിനെ അവർഗം എന്ന് പറയും. അവർഗത്തിൻ്റെ ദേവതയാണ് വശിനി. അത് കഴിഞ്ഞ് പിന്നെ കവർഗം എന്ന് പറയും. ക, ഖ, ഗ, ഗ, ങ 5 അക്ഷരങ്ങൾ. അതിൻ്റെ ഇത് കാമേശ്വരിയാണ്. അത് കഴിഞ്ഞാൽ ചവർഗം എന്ന് പറയും. ച, ഛ, ജ, ഝ, ഞ. അതിൻ്റേതാണ് മോദിനി എന്ന് പറയുന്ന ദേവത. ക, ഛ, ഠ, 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 ഡ, ഢ, ണ എന്നുള്ള ഠവർഗത്തിൻ്റേത് വിമലാദേവിയാണ്. തവർഗത്തിൻ്റെ ത, ഥ, ദ, ധ, ന എന്നുള്ള തവർഗം 5, അതിന് അരുണാദേവിയും. പവർഗം പ, ഫ, ബ, ഭ, മ എന്നുള്ള അതിൻ്റെ ജയിനി ദേവിയും. പിന്നെ യാരാലാവ അത് യാവർഗം എന്ന് പറയും, അതിന് സർവേശ്വരിയും. ശാഷ, സാഹ, ക്ഷ എന്നുള്ളത് ശവർഗം എന്ന് പറയും, അതിന് കൗളിനീ ദേവിയും. അപ്പം ഇങ്ങനെ അക്ഷരങ്ങളെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് ഇവർ സവിത്രീബിർ വാചാം എന്ന് പറഞ്ഞത്. ഇവരാണ് വാക്കുകളെ പ്രസവിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ ഒരു ഐക്യമാണ്, ഇവരെല്ലാവരും കൂടിയിട്ടാണ് വാക്കുകളെ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ വാക്കുകളൊക്കെ അർത്ഥവത്തായി തീരണമെങ്കിൽ ഇവരുടെ അനുഗ്രഹം വേണം. നല്ല വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ ഈ ദേവിമാരുടെ അനുഗ്രഹം വേണം. എന്നാൽ ഈ ദേവി ത്രിപുരസുന്ദരിയുടെ അംശമാണ്. ത്രിപുരസുന്ദരിയുടെ വിഭൂതികളാണ് താനും. ത്രിപുരസുന്ദരിയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ 8 ദേവിമാരോടുകൂടെ വശിന്യാദി വാഗ്ദേവതകളോടുകൂടെ ഈ ത്രിപുരസുന്ദരി ദേവിയെ ആരുപാസിക്കുന്നുവോ അവർ മഹാകവികളായിത്തീരുന്നു എന്ന് താല്പര്യം. അപ്പോൾ ഇത് ഈ ശ്രീചക്ര ഉപാസനയിലും ഈ വശിന്യാദി വാഗ്ദേവതകൾക്ക് സ്ഥാനമുണ്ട്. ആ ഉള്ളിലുള്ള 6 ആവരണങ്ങൾക്ക് 8 ആവരണങ്ങൾക്ക് ഇവർ ദേവതകളായിട്ട് സങ്കല്പമുണ്ട്. അപ്പോൾ അങ്ങനെ ദേവതകളായി ഈ ചക്രത്തിലും അവരെ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നതായിട്ടുള്ള സമ്പ്രദായമുണ്ട്. തനുച്ഛായാഭിസ്തേ തരുണതരണി ശ്രീസരണിഭിഃ ദിവം സർവാമുർവീം അരുണിമനിമഗ്നാം സ്മരതി യഃ ഭവന്ത്യസ്യത്രസ്യ വനഹരിണശാലീനനയനാഃ സഹോർവശ്യാവശ്യാഃ കതി കതി ന ഗീർവാണഗണികാഃ. സൗന്ദര്യലഹരിയിലെ 18ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. കഴിഞ്ഞ 3 ശ്ലോകങ്ങളായിട്ട് ദേവിയുടെ വിവിധ ഉപാസനകളെ പറഞ്ഞ് ആ ഉപാസനകളിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളെയും പറഞ്ഞു. പ്രധാനമായും സാരസ്വത സിദ്ധി എന്ന് പറയുന്ന ആ സരസ്വതീ ദേവിയുടേതായിട്ടുള്ള അനുഗ്രഹം അല്ലെങ്കിൽ വാക്സിദ്ധി
കവിത്വസിദ്ധി, പാണ്ഡിത്യം, അങ്ങനെയുള്ളതായിട്ടുള്ള മഹത്വങ്ങൾ ആ സാധകന്മാർക്ക്, ഉപാസകന്മാർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെയാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ ഇതിലും 18-ലും 19-ലും പ്രധാനമായിട്ടും ലോകത്തെ തന്നെ വശത്താക്കുവാനുള്ളതായിട്ടുള്ള ദേവിയുടെ വിവിധ ഭാവങ്ങളെ ധ്യാനിക്കുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ച് ആചാര്യ ഭഗവത്പാദർ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മുമ്പേ തന്നെ പല തന്ത്രശാസ്ത്രങ്ങളിലും ഉള്ള വിധികളാണ്. പല തന്ത്രശാസ്ത്രങ്ങളും സാധകന്മാരെ ആകർഷിക്കാനായിക്കൊണ്ട് ഓരോ ഉപാസനയ്ക്കും ഇന്നന്ന ഫലം എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. കാരണം സാധാരണ ജനങ്ങൾ എന്തെങ്കിലും പ്രയോജനം കിട്ടാതെ ഒന്നിലേക്കും ഇറങ്ങി പുറപ്പെടില്ല. പ്രയോജനം അനുദ്ദിശ്യ മന്ദോപിന പ്രവർത്തത. പ്രയോജനം കാണാതെ ഒരു മന്ദബുദ്ധി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു സാമാന്യ നിയമമാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കും. ഇപ്പം നമ്മുടെ വേദങ്ങളിൽ അതിൽ 90% ഭാഗവും മന്ത്രങ്ങളൊക്കെ കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ കർമ്മകാണ്ഡങ്ങളിലൊക്കെ തന്നെ വളരെ മനോഹരങ്ങളായ വാക്കുകളെ കൊണ്ട് ആളുകളെ പ്രലോഭിപ്പിക്കുന്നത് കാണാം. അതാണ് ഭഗവാൻ ഗീതയിൽ ഒരു ചെറിയൊരു വിമർശന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിനെ. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിവശ്ചിതഃ വേദവാദരഥാ പാർത്ഥാൻ അന്യതസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാദൗ ന വിധീയത്തെ എന്ന് ഇങ്ങനെ പുഷ്പിതങ്ങളായ വാക്കുകളെ പറഞ്ഞ്, ചമൽക്കാരപൂർവമായ വാക്കുകളെ പറഞ്ഞ് ആളുകളെ പല കർമ്മങ്ങളും ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള വേദവാക്കുകളുണ്ട്. അതിനെ വർണ്ണിക്കലാണ് പുരോഹിത വർഗത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ ആ കർമ്മം ചെയ്യൂ, ഈ കർമ്മം ചെയ്യൂ, നിങ്ങൾക്ക് ആ ബലം കിട്ടും, ഈ ബലം കിട്ടും, സ്വർഗത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കും. അപ്പം അങ്ങനെയുള്ളവരെ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ചെറുതായിട്ടൊന്ന് ഒരു വിമർശനം ചെയ്യുകയാണ്. അവർക്ക് ഇങ്ങനെ പലതിൻ്റെ പുറകെ ഓടി അവർക്ക് മനസ്സ് ഏകാഗ്രതയുണ്ടാവില്ല. വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. അവർക്ക് സമാധിയിൽ മനസ്സ് ഉറയ്ക്കുകയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പോലെയാണ് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഉയരണം, അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കിടക്കണം. അതിനെയാണ് ഉപനിഷത്തിൽ പറയുക, നിർവേദമായാത് നാസ്തി അകൃതകൃതേന പരീക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് പറയുന്നത്. ഇപ്പം നിർവേദം പ്രാപിക്കണം. നിർവേദം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വേദത്തിൽ നിന്ന് നിർഗമിക്കുക എന്നാണ് അർത്ഥം. വൈദിക കർമ്മങ്ങളിൽ നിന്ന് പോലും പുറത്തേക്ക് കടക്കുക, അതിനെപ്പോലും അതിക്രമിക്കാനുള്ള, ആ കർമ്മങ്ങളിൽ പോലും ഒരു അലംഭാവം എന്നുള്ള, മതിയായി എന്നുള്ള ഒരു വിരക്തി ഉണ്ടാവണം. എങ്കിലേ അവനൊരു വേദാന്ത വിദ്യാർത്ഥിയാവുള്ളൂ, അവനൊരു മുമുക്ഷു ആവുള്ളൂ, മോക്ഷേച്ഛ ഉള്ളവനായി മാറുള്ളൂ. അതുവരെ അവൻ ബുഭുക്ഷു ആണ്. ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ ഭോക്തുമിച്ഛ, ഭുജിക്കുവാനുള്ള, ഭോഗങ്ങൾക്കുള്ളതായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ ആ ഭോഗങ്ങൾക്കുള്ള ആഗ്രഹം ഉള്ള ആളുകളെ നമ്മുടെ ശാസ്ത്രങ്ങൾ ധാരാളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്ന, പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള അനേക സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിലുണ്ട് അതുപോലെയുള്ളതായിട്ടുള്ള വിധികളൊക്കെ. അതിനെയും ഇവിടെ ആചാര്യ ഭഗവത്പാദർ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ശാക്തേയ സമ്പ്രദായത്തിലുള്ള ആ ഒരു ഉപാസനാക്രമങ്ങളെയും ഒക്കെ ഒന്ന് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അതിനെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ശങ്കരാചാര്യ നമ്മളൊക്കെ ഇത് ചെയ്തോളണം എന്നല്ല പറയുന്നത്. അങ്ങനെ
ഉപാസിച്ച് തുടങ്ങുന്ന ഒരാൾ പിന്നീട് വളർന്ന് സർവാത്മഭാവത്തിലേക്ക് വികസിക്കും. അയാൾക്ക് വളർച്ചയുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി അയാൾ ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നവർക്കേ വികാസമുണ്ടാവുള്ളൂ. ഒന്നും ചെയ്യാതെ മടിയന്മാരായിരിക്കുന്ന ആളുകളോടാണ് എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പ്രലോഭിപ്പിക്കാനാണ് ഈ ഫലശ്രുതി, രോചനാർത്ഥ ഫലശ്രുതി എന്ന് പറയും. നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഏത് കർമ്മം ചെയ്താലും ഇന്ന ഫലം എന്ന് പറയുന്നത് രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫലശ്രുതി. നമ്മുടെ അമ്മമാർ കുട്ടികൾ കഷായം കഴിക്കാനായിട്ട് ശർക്കര തരാം, മിഠായി തരാം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ ഫലശ്രുതി. അപ്പോൾ വാസ്തവത്തിൽ കഷായം കഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അമ്മമാർ. അമ്മമാർക്ക് മക്കൾ എങ്ങനെയെങ്കിലും കഷായം കഴിക്കണം. അപ്പോൾ അതുപോലെയാണ് ആചാര്യന്മാരും ശാസ്ത്രങ്ങളും ഒക്കെ. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു ട്രാക്കിലേക്ക് വരണം. ഇവിടേക്ക് വന്നു കഴിഞ്ഞ് ഇതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മാറ്റിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം പ്രലോഭനങ്ങളൊക്കെ ധാരാളം പറയും. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ശങ്കരാചാര്യരും അതിനെ അംഗീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇതിനൊക്കെ കൂടുതൽ ആഴത്തിലേക്ക് അർത്ഥം ചിന്തിച്ചു പോകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവരെയും വശീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു യഥാർത്ഥ ഈശ്വര ഭക്തൻ ലോകത്തെ മുഴുവൻ തൻ്റെ വശത്താക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചില സുന്ദരികളായ സ്ത്രീകളൊക്കെ അയാളുടെ വശത്താവുന്നു എന്നാണ് ഇതിൽ പറഞ്ഞു തരിക. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, അപ്പോൾ സ്ത്രീകളെ വശത്താവുന്നുവെങ്കിൽ ലോകം മുഴുവൻ അയാളുടെ വശത്താവുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ചില ആളുകൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി പറയുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. എന്താണ് ഈ 18-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം? തനുച്ഛായാഭിഹി തേ തരുണ തരണി ശ്രീസരണിഭിഹി ദിവം സർവാം ഉർവീം അരുണിമ നിമഗ്നാം സ്മരതി യഹ. അപ്പോൾ യഹ സ്മരതി, ആർ സ്മരിക്കുന്നുവോ എന്നാണ്. ആരെ സ്മരിക്കുന്നു? ദേവിയെ സ്മരിക്കുന്നു. എങ്ങനെയുള്ളതായിട്ട് സ്മരിക്കുന്നു? ദേവിയുടെ തനുച്ഛായാഭിഹി, തനുച്ഛായ എന്ന് പറഞ്ഞാൽ ദേഹകാന്തി, തനുവിൻ്റെ ഛായ, ശരീരത്തിൻ്റെ ശോഭ. അതെങ്ങനെയുള്ളത്? തേ തനുച്ഛായാഭിഹി എന്ന് പറഞ്ഞത് തരുണ തരണി ശ്രീസരണിഭിഹി തനുച്ഛായാഭിഹി. തരുണ തരണി എന്ന് പറഞ്ഞാൽ തരണി എന്നുള്ളത് സൂര്യൻ്റെ പര്യായമാണ്. തരണി, ആകാശത്തിലൂടെ ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് സ്വയം തരണം ചെയ്യുന്നവൻ. അതുപോലെ നമ്മളെ പകലിനെ തരണം ചെയ്യിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തെ തന്നെ കാലസ്വരൂപനായി തരണം ചെയ്യിക്കുന്നവൻ എന്നൊക്കെ ഒരുപാട് അർത്ഥമാണ് ഈ തരണി ശബ്ദത്തിന്. അപ്പോൾ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ ആയുസ്സും നമ്മുടെ ജീവിതവും ഒക്കെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത് ആരാ? ഈ സൂര്യപ്രകാശം തന്നെയാണ്, പകൽ തന്നെയാണ്. അപ്പോൾ എല്ലാറ്റിനും സഹായിക്കുന്ന, നമ്മളെ സംസാര സാഗരത്തിൻ്റെ മറുകരയ്ക്ക് കടക്കാനും സഹായിക്കുന്ന ആളാണ് ഈ തരണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ തരുണ തരണി എന്ന് പറഞ്ഞാലോ ബാലസൂര്യൻ എന്നർത്ഥമാണ്. തരുണ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുന്നതായിട്ടുള്ള സൂര്യൻ, താരുണ്യഭാവമുള്ള സൂര്യൻ. അപ്പൊ ചുവന്ന സൂര്യനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തരുണ തരണി ശ്രീ സരണിഭിഹി. ശ്രീ എന്നാൽ കാന്തി, ശോഭ എന്നൊക്കെ അർത്ഥം. അതിൻ്റെ സരണികളാൽ, സരണി എന്ന് പറഞ്ഞാലോ അതിൻ്റെ കിരണങ്ങളാൽ എന്നൊക്കെ അർത്ഥത്തിലാണ്. അതിൻ്റെ പ്രകാശങ്ങളാൽ, അങ്ങനെയുള്ള കാന്തിയോടുകൂടിയ തനുച്ഛായാഭിഹി, ദേഹകാന്തിയോടുകൂടിയ അമ്മയെ ദിവം സർവാമുർവീം, ദിവം എന്ന് പറഞ്ഞാൽ ആകാശത്തെയും, സർവാമുർവീം മുഴുവൻ ഭൂമണ്ഡലത്തെയും, അരുണിമ നിമഗ്നാം യഹ സ്മരതി, അരുണിമയിൽ നിമഗ്നമായിട്ട് ആരാണോ സ്മരിക്കുന്നത്. അപ്പോൾ ദേവിയെ ധ്യാനിച്ച് ദേവിയുടെ ആ ചുവപ്പ് വർണ്ണം, അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം എന്നൊക്കെയുള്ള ധ്യാനത്തിൽ, അല്ലെങ്കിൽ സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം എന്നൊക്കെയല്ലേ നമ്മൾ ധ്യാനിക്കുന്നൊക്കെ അരുണവർണ്ണത്തിലാണ്. അപ്പൊ ദേവിയെ ധ്യാനിച്ച് ദേവിയുടെ അരുണവർണ്ണം ലോകത്തെ മുഴുവൻ ആകിരണം ചെയ്യുന്നു. അങ്ങനെ എല്ലായിടത്തും എവിടെ നോക്കിയാലും ദേവിയുടെ അരുണവർണ്ണമേ ഈ ഒരു ഉപാസകന് കാണാനുള്ളൂ. എന്ന് പറഞ്ഞാൽ അയാളുടെ ഉപാസനയുടെ ഏകാഗ്രതയിൽ അയാൾക്ക് എന്ത് കാണുന്നതും ദേവീമയമായിട്ട് കാണുന്നു എന്നർത്ഥമാണ്. എവിടെ നോക്കിയാലും അരുണവർണ്ണം. അങ്ങനെ ആര് സർവ പ്രപഞ്ചത്തെയും അരുണിമയിൽ മുഴുകിയതായിട്ട് ദേവീമയമായിട്ട് ആര് കാണുന്നുവോ ഭവന്തി അസ്യ,
അസ്യ ഭവന്തി എന്നർത്ഥം. അവന് ഭവിക്കുന്നു. ആര് ഭവിക്കുന്നു, എങ്ങനെ ഭവിക്കുന്നു എന്നാണ് പിന്നെ പറയുന്നത്. ത്രസ്യത് വനഹരിണ ശാലീന നയനാഹ ഗീർവാണ ഗണികാഹ. ത്രസ്യത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നത്, ത്രസിക്കുന്നത്, ഭയപ്പെടുന്നതായിട്ടുള്ള വനഹരിണം. വനഹരിണം എന്ന് പറഞ്ഞാൽ കാട്ടിലെ മാന്. ഹരിണം മാനാണ്. അതിൻ്റെ ശാലീന നയനാഹ എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവർ. അപ്പോൾ കാട്ടിലെ പെൺമാനിൻ്റെ സുന്ദരമായ കണ്ണുകളോട് കൂടിയ, അപ്പോൾ കാട്ടിലെ മാനിന് എപ്പോഴും പേടിയാണ്. കാരണം ചുറ്റും മറ്റ് വന്യമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതും ഒറ്റയ്ക്കായി പോയാൽ നല്ലോണം ഭയപ്പെടും. അപ്പോൾ അതിൻ്റെ കണ്ണിങ്ങനെ ഇളകിക്കൊണ്ടേ ചഞ്ചലമായിക്കൊണ്ടേയിരിക്കും. കണ്ണാണെങ്കിൽ നല്ല സുന്ദരവുമാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഗീർവാണ ഗണികാഹ എന്ന് പറയുന്നത്. ഗീർവാണ ഗണികകൾ എന്ന് പറഞ്ഞാൽ ഗീർവാണന്മാരെന്നാൽ ദേവന്മാരെന്നർത്ഥം. അവരുടെ ഗണികമാരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള അപ്സര സ്ത്രീകൾ എന്നർത്ഥം. ദേവാംഗനകൾ, അപ്സര സ്ത്രീകൾ. സഹ ഉർവശ്യാ എന്ന് പറഞ്ഞാൽ ഉർവശ്യാ സഹ, ഉർവശിയോടുകൂടെ, ഉർവശി അടക്കം എന്നർത്ഥം. രംഭ, തിലോത്തമ, മേനക, ഉർവശി മുതലായിട്ടുള്ള എല്ലാവരും കതി കതി ന വശ്യാഹ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. കതി കതി എത്ര പേര്, ന വശ്യാഹ വശ്യകളാവില്ല, വശ്യകളായി തീരാതിരിക്കും എന്ന് ചോദിക്കണം. അപ്പോൾ ഉർവശി അടക്കമുള്ള ദേവസ്ത്രീകൾ, ശാലീന നയനകളായിരിക്കുന്ന സുന്ദരികളായിരിക്കുന്ന മാൻപേടകളെ പോലെ ചലിക്കുന്ന കണ്ണുകളോടുകൂടിയതായിട്ടുള്ള സുന്ദരികളെല്ലാം തന്നെ അവന് വശ്യകളായി ഭവിക്കുന്നു. ദേവിയെ ഉപാസിച്ച് ആകാശവും ഭൂമിയും എല്ലായിടത്തും ദേവിയുടെ അരുണിമ വ്യാപിച്ച് ആർ കാണുന്നുവോ അവൻ്റെ വശത്തായിത്തീരുന്നു ഉർവശി മുതലായിട്ട് ദേവസ്ത്രീകളടക്കം. എന്ന് പറഞ്ഞാലോ ഭൂമിയിലുള്ള സ്ത്രീകളുടെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ ഭൂമിയിലുള്ള സുന്ദരികളായ സ്ത്രീകളൊക്കെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മനുഷ്യരൊക്കെ അവൻ്റെ വശത്താവുന്നു എന്നാണ്. കാരണം അവൻ എല്ലായിടത്തും ദേവിയെ കാണുന്നു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഈശ്വരഭാവം കാണുന്നു. അപ്പോൾ അവനെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നർത്ഥമാണ്. കാരണം അവൻ്റെ ഉള്ളിൽ ആ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലായിടത്തും നന്മ മാത്രമേ അവൻ കാണുന്നുള്ളൂ. അങ്ങനെ എല്ലാവർക്കും നന്മ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. അങ്ങനെ നന്മ ചെയ്യുന്നവരെ എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും വശത്താകും. ഇതൊരു സാമാന്യ നിയമമാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ചമൽക്കാരപൂർവം അവതരിപ്പിച്ചു. ഇതിങ്ങനെയൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാലേ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ വളച്ചു കെട്ടി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, സ്ഥൂലമായിട്ടുള്ള അർത്ഥം മാത്രം മനസ്സിലാക്കുന്ന ആളുകൾ ആദ്യം ഇതിലൊക്കെ വളരെ താല്പര്യപൂർവ്വം ചാടി വീഴും. സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഈ ശ്ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഇങ്ങനെ ആവർത്തിച്ച് പല പ്രാവശ്യം ചൊല്ലും. തീർച്ചയായിട്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ നടക്കുകയും ചെയ്യും. അതൊക്കെ അങ്ങനെ നടക്കുന്നതായിട്ടുള്ള സങ്കല്പങ്ങളും ഉണ്ട്. അതിന് ഈ പ്രിസ്ക്രൈബ് ചെയ്യാറുമുണ്ട് പല ആചാര്യന്മാരും. നിങ്ങൾക്കതാണോ വേണ്ടത്, എന്നാൽ പിന്നെ അത് ജപിച്ചോളൂ എന്ന് പറയും. പക്ഷെ ഭാവിയിൽ അയാൾ ഇത് ജപിച്ച് യഥാർത്ഥ ഭക്തനായി തീരുകയും ചെയ്യും. മുഖം ബിന്ദും കൃത്വാ കുചയുഗമദസ്തസ്യ തദധോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സദ്യ സംക്ഷോഭം നയതി വനിതാ ഇത്യതിലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. സൗന്ദര്യലഹരിയിലെ 19-ാം ശ്ലോകമാണ് നമ്മളിപ്പോൾ ചൊല്ലിയത്. കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളായിട്ട് 15, 16, 17 ശ്ലോകങ്ങളിൽ ദേവിയുടെ സാരസ്വത പ്രധാനങ്ങളായിട്ടുള്ള ഉപാസനകളെയും അതിനുശേഷം ഇപ്പോൾ 18, 19 മുതലായിട്ടുള്ള ശ്ലോകങ്ങളിൽ ദേവിയുടെ മറ്റ് പല ഉപാസന വിധികളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വശീകരണ പ്രധാനമായിട്ടുള്ള ഉപാസനകൾ, ലോകത്തെ വശത്താക്കാനുള്ള ഉപാസനകൾ. അതിൽ ഇനി പ്രത്യേക താല്പര്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് സ്ത്രീകളെ വശത്താക്കാനുള്ള ഉപാസനകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ താന്ത്രിക സമ്പ്രദായങ്ങളാണ്. പഴയ തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങളെ ശങ്കരാചാര്യർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം
എടുത്താൽ മതി. നമ്മൾ ശങ്കരാചാര്യർ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതൊന്നുമില്ല അതിൽ, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവും ഇല്ല. പക്ഷേ ശാക്തേയന്മാരെ, അവരുടെ സമ്പ്രദായങ്ങളെ, താന്ത്രിക സമ്പ്രദായങ്ങളെ എല്ലാം അദ്ദേഹം ബഹുമാനിക്കുന്നു എന്ന് മാത്രം നമ്മൾ എടുത്താൽ മതി. അതുപോലെ ഇപ്പോൾ സൗന്ദര്യലഹരിയിലെ ഈ പറയുന്ന ഉപാസനകളൊക്കെ എല്ലാവരും അനുഷ്ഠിക്കണമെന്നും ശങ്കരാചാര്യർ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ അവനവൻ്റെ രുചിക്കനുസരിച്ചിട്ടുള്ള, അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപാസന വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിലോ ഭക്തിയോടുകൂടെ ഈ സ്തോത്രം പാരായണം ചെയ്താൽ മാത്രം മതി. സ്തോത്രം എന്നുള്ളത് പാരായണത്തിനുള്ളതാണ്. അതിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങളെ മുഴുവൻ അനലൈസ് ചെയ്ത് അതിൽ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം എന്ന് യാതൊരു താല്പര്യവും എവിടെയും പറഞ്ഞിട്ടില്ല. സ്തോത്രം പാരായണത്തിനുള്ളതാണ്. ശങ്കരാചാര്യ സൗന്ദര്യലഹരി രചിച്ചിട്ടുള്ളത് പാരായണത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തജനങ്ങൾക്ക് ദേവിയെ ഭക്തിപൂർവം ഉപാസിക്കാൻ, പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം. ഈ പാരായണം തന്നെ നമ്മളെ ചിത്തശുദ്ധി തരും, ആധ്യാത്മികമായിട്ടുള്ള ഉന്നതി തരും, ഭക്തി വളർത്തും. അങ്ങനെ നമുക്ക് ആ ദേവീ ഭക്തന്മാരായി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ജീവൻ മുക്തന്മാർ വരെ ആവാം, മഹാജ്ഞാനികളായി ഭവിക്കാം. വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ദേവി നമ്മളെ, നമ്മുടെ അവിദ്യയെല്ലാം നീക്കി അജ്ഞാനമെല്ലാം ഉന്മൂലനം ചെയ്ത് പരമമായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനം, ബ്രഹ്മവിദ്യ നമുക്ക് നൽകട്ടെ എന്നാണ് വിദ്യാർത്ഥികളായ ആധ്യാത്മിക സാധകന്മാരെല്ലാം പ്രാർത്ഥിക്കേണ്ടത്. മറ്റ് പല സ്വാർത്ഥതകളുമുള്ളതായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഓരോ സൂക്ഷ്മവശങ്ങളിലേക്ക് പോയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന തന്ത്രശാസ്ത്രങ്ങൾ എവിടെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് ആർക്കൊക്കെയാണ് അറിയുക, ആരൊക്കെ അതിൻ്റെ ആചാര്യന്മാർ കണ്ടുപിടിച്ചോട്ടെ, ആ ഉപാസനാവിധികളൊക്കെ മനസ്സിലാക്കിക്കോട്ടെ, ചെയ്തോട്ടെ. നമുക്കതിൽ യാതൊരു താല്പര്യവും ഇല്ല. ഈ വക ഉപാസനകളുടെ ഒന്നും പുറകെ പോകാൻ അദ്വൈത വേദാന്തികളായിട്ടുള്ള, പ്രത്യേകിച്ച് സന്യാസിമാരായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊന്നും യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകങ്ങൾക്കൊന്നും സന്യാസിമാരായിട്ടുള്ള മഹാത്മാക്കൾ അർത്ഥം പറയാറില്ല. നമ്മുടെ കാഞ്ചി പെരിയവ എന്ന് പറയുന്ന മഹാജ്ഞാനി, 100 വയസ്സും ജീവിച്ചിരുന്ന പഴുത്ത പഴം, ജീവൻ മുക്തനായിരുന്ന അദ്ദേഹം സൗന്ദര്യലഹരിയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സത്സംഗങ്ങളിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ട് അതൊക്കെ മഹാത്മാക്കൾ എഴുതി പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചില ശ്ലോകങ്ങളൊന്നും അദ്ദേഹം സ്പർശിച്ചിട്ടേയില്ല, ഒന്നും പറയാതെ പോയിട്ടുണ്ട്. കാരണം അതൊന്നും സാധാരണക്കാർക്കുള്ള വിഷയമേ അല്ല. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനിയും നിങ്ങൾ സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥം, വാച്യാർത്ഥം പറയാം. ഇത് പാരായണം ചെയ്താൽ മാത്രം മതി എന്ന് ഇവിടെ ഊന്നിപ്പറയുകയാണ്. ഇപ്പം മുഖം ബിന്ദും കൃത്വ കുചയുഗമതസ്തസ്യ തതോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷി തേ മന്മദകലാം. ഇപ്പോൾ ഇവിടെ യോ ധ്യായേത് എന്ന് പറയുന്നുണ്ട്. ധ്യായേത് യോ എന്നുള്ളതിനെ തിരിച്ചാൽ യോ ധ്യായേത്, ആരാണോ ധ്യാനിക്കുന്നത് എന്ന്. അപ്പോൾ എങ്ങനെയായിട്ട് ധ്യാനിക്കുന്നു? ഹേ ഹരമഹിഷി എന്ന ദേവിയെ സംബോധനയുണ്ട്. ഹരമഹിഷി എന്ന് പറഞ്ഞാൽ ഹരൻ്റെ പട്ടമഹിഷി, പരമേശ്വരൻ്റെ, മഹാദേവൻ്റെ പ്രിയപത്നി ഹരമഹിഷി അമ്മയുടെ മുഖം ബിന്ദും കൃത്വ എന്ന് പറഞ്ഞാൽ ബിന്ദുസ്ഥാനത്തിൽ മുഖത്തെ സങ്കല്പിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ സമയാചാരം എന്ന് പറയുന്നതായിട്ടുള്ള ശരീരത്തിലെ കുണ്ടലിനി ഉപാസനയുടെ ഭാഗമായിട്ടും ഇവിടെ ബിന്ദു എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മമാണ്. അപ്പോൾ ആ സഹസ്രാര പത്മത്തിൻ്റെ ശിരസ്ഥാനത്ത് ദേവിയുടെ മുഖത്തെ സങ്കല്പിച്ചുകൊണ്ടും മുഖം ബിന്ദും കൃത്വ, അതിൻ്റെ തതോ കുജയുഗം എന്നർത്ഥം. കുജയുഗം അധഹ തസ്യ. അപ്പം തസ്യ അധഹ കുജയുഗം, അതിൻ്റെ അധോ ഭാഗത്ത് താഴെയായിട്ട് ദേവിയുടെ സ്തനയുഗങ്ങളെയും തതോ ഹരാർദ്ധം ധ്യായേത് യോ, തതോ അപ്പോൾ താഴ്ഭാഗങ്ങളിലായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റ് ആജ്ഞാചക്രവും അതിന് താഴെ വിശുദ്ധി മുതലായിട്ടുള്ള ചക്രങ്ങളിലേക്കുമാണ് ഈ ഒരു എന്താ പറയുക ഉപാസനാ വിധികൾ സങ്കല്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും
എവിടെയും ലഭ്യമല്ല. പലരും പല വിധത്തിൽ വ്യാഖ്യാനിച്ച് വളരെ വികൃതമാക്കിയിട്ടുണ്ട്. ഒരുപാട് വ്യാഖ്യാന പുസ്തകങ്ങൾ നോക്കിയിട്ടും ഇതിൻ്റെ കൺഫ്യൂഷൻ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ആചാര്യന്മാരെ തന്നെ സമീപിച്ച് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് അറിയാം. നമുക്ക് ഇങ്ങനൊരു ഉപാസനാ വിധിയുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ശങ്കരാചാര്യർ എഴുതിയതിനെ സ്തോത്ര രൂപത്തിൽ പാരായണം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ തതോ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഹരാർദ്ധം ധ്യായേതിയോ. ഹരാർദ്ധം എന്ന് പറഞ്ഞാൽ ഹരൻ്റെ അർദ്ധഭാഗം ആരാണ്? ദേവി തന്നെയാണ്, പാർവതി ദേവി തന്നെയാണ്. ഭഗവാന്റെ പകുതി ശരീരമായിരിക്കുന്ന പാർവതിയെ ആരാണോ ധ്യാനിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശിരസിൻ്റെ സ്ഥാനത്ത് അഥവാ സഹസ്രാരതള പത്മത്തിൽ മുഖവും ബാക്കി ആജ്ഞ മുതൽ മൂലാധാരം വരെയുള്ളതായിട്ടുള്ള ആ 6 ചക്രങ്ങളിലായിട്ട് ദേവിയുടെ സ്ഥാനങ്ങളും ദേവിയുടെ ശരീരവും ആരാണോ ധ്യാനിക്കുന്നത് എന്നർത്ഥമാണ്. അങ്ങനെയുള്ള ഹരമഹിഷി തേ മന്മഥകലാം, അവസാനം തേ മന്മഥകലാം എന്നും പറഞ്ഞിട്ടുണ്ട്. തേ മന്മഥകലാം എന്ന് പറഞ്ഞാൽ ആ മന്മഥ അംശം എന്നാണ് അർത്ഥം. അവിടെ മന്മഥ അംശം എന്ന് പറയുമ്പോൾ ദേവിയുടെ ഉപസ്ഥ സ്ഥാനം, യോനി സ്ഥാനം എന്നൊക്കെ പറയാവുന്ന ആ ഭാഗത്തിലേക്കും ആരാണോ ധ്യാനിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ മന്മഥകല എന്ന് പറയുമ്പോൾ അതിനൊരു മന്ത്രവും ഉണ്ട്. ക്ലീം എന്നുള്ളതായിട്ടുള്ള കാമബീജമായിരിക്കുന്ന മന്ത്രം, അക്ഷരം. ആ ക്ലീം എന്നിട്ടുള്ളതായിട്ടുള്ള മന്ത്രത്തെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ ഉപാസിക്കുന്നത് സഹ സദ്യ സംക്ഷോഭം നയതി വനിത. സഹ അങ്ങനെ ഉപാസിക്കുന്ന ഒരാൾ വനിതാഹ സംക്ഷോഭം നയതി, അവൻ വനിതകളെ ഉടനെ തന്നെ സംക്ഷോഭത്തിലേക്ക് നയിക്കുന്നു. ഏത് വനിതയെക്കുറിച്ചാണോ ഇവന് ആഗ്രഹമുള്ളത് ആ വനിതകൾ ക്ഷോഭിച്ച് ഇവൻ്റെ വശത്തായി തീരുന്നു എന്നർത്ഥമാണ്. ഇതി അതിലഘു, ഈ വിഷയം അതിലഘു, വളരെ നിസ്സാരം. അപ്പോൾ വനിതകളൊക്കെ ഇവൻ്റെ വശത്തായി തീരുന്നു. ഏത് വനിതയെ ഇവൻ കാമിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം ഇവൻ്റെ വശത്തായി തീരുന്നു എന്നുള്ളത് നിസ്സാരമാണെന്ന് മാത്രമല്ല, അങ്ങനെ ഉപാസിക്കുന്നതായിട്ടുള്ള ഒരാൾ ത്രിലോകീമപി ആശു ഭ്രമയതി, അവൻ ആശു പെട്ടെന്ന് തന്നെ ത്രിലോകീമപി ഭ്രമയതി, ഈ 3 ലോകമാകുന്ന ഒരു വനിതയെയും അവൻ ഭ്രമിപ്പിക്കുന്നു. ഈ 3 ലോകങ്ങളെയും ചേർത്തൊരു സ്ത്രീ രൂപം സങ്കല്പിച്ചാൽ ആ വനിതയെയും 3 ലോകമാകുന്ന വനിത, ആ ലോകത്തിൻ്റെ സ്തനങ്ങളെക്കുറിച്ചാണ് അടുത്തത് പറഞ്ഞത്. രവീന്ദുസ്തനയുഗ, രവിയും ഇന്ദുവും സൂര്യനും ചന്ദ്രനുമാണ് 2 സ്തനങ്ങൾ. ആർക്ക്? ഈ 3 ലോകങ്ങൾക്ക്. 3 ലോകത്തെ ഒരു വനിതയായിട്ട് കൽപ്പിച്ചാൽ ആ 3 ലോകങ്ങളെയും പോഷിപ്പിക്കുന്ന, 3 ലോകങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അന്നവും ഹവ്യവും കവ്യവും എല്ലാം പ്രദാനം ചെയ്യുന്നത് സൂര്യചന്ദ്രന്മാരാണ്. സൂര്യചന്ദ്രന്മാരില്ലെങ്കിൽ ഈ ഭൂമിയില്ല, ഭൂമിയിൽ ഭക്ഷണങ്ങളൊന്നുമില്ല. മനുഷ്യർക്കുള്ള ഭക്ഷണമോ പിതൃക്കൾക്കുള്ള ഭക്ഷണമോ ദേവന്മാർക്കുള്ള ഭക്ഷണമോ ഒക്കെ ഉണ്ടാവുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൂര്യചന്ദ്രന്മാരെ സ്തനസ്ഥാനത്ത്, സ്തനം പോഷണത്തിനുള്ളതാണ്, നറിഷിങ്ങിനുള്ളതാണ് സ്തനം. അപ്പോൾ ആ സ്ഥാനത്തായിട്ട് സൂര്യചന്ദ്രന്മാരെ ഈ ലോകത്തിൻ്റെ സ്തനങ്ങളായിട്ട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ 3 ലോകങ്ങൾ അടങ്ങുന്ന ഒരു ആ ശരീരത്തോടു കൂടിയ ഒരു വനിത, ആ വനിതയുടെ സ്തനങ്ങളാകുന്നു സൂര്യചന്ദ്രന്മാർ. അങ്ങനെയുള്ള ഈ 3 ലോകവും അവന് വശത്തായിത്തീരുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അവൻ്റെ ചൊൽപ്പടിയിൽ ആയിത്തീരുന്നു. എല്ലാവരും അവനെ ആരാധിക്കുന്നു. അവന് ഈ ലോകത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഒരു പ്രത്യേക ഉപാസനാവിധിയെക്കുറിച്ച് ഇവിടെ ശങ്കരാചാര്യർ സൂചിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് ചൂഴ്ന്നിറങ്ങേണ്ടതില്ല. സ്തോത്രപാരായണം ചെയ്താൽ മാത്രം മതി. വേണ്ടവർ, ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആചാര്യന്മാരെ തിരഞ്ഞ് പൊക്കോട്ടെ. കിരന്തീമംഗേഭ്യഃ കിരണനികുറുംബാമൃതരസം ഹൃദി ത്വാമാധത്തേ ഹിമകരശിലാമൂർത്തിമിവ യഃ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്ദാധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ
സുഖയതി സുധാധാരസിരയാ. സൗന്ദര്യലഹരിയിലെ 20-ാമത്തെ ശ്ലോകമാണ് ഇപ്പം ചൊല്ലിയത്. കഴിഞ്ഞ ഒരു 5 ശ്ലോകങ്ങളും ദേവിയുടെ വിവിധ ഭജനങ്ങൾക്കും ഉള്ള ഫലശ്രുതികളെക്കുറിച്ച്, പല രീതിയിലുള്ള ഏതെല്ലാം സിദ്ധികൾ അല്ലെങ്കിൽ ഫലപ്രാപ്തികൾ ഉണ്ടാകുന്നു എന്ന് ഓരോ ധ്യാനത്തിൻ്റെയും വിശേഷത്തെ വർണ്ണിച്ചു. ഈ ശ്ലോകവും ഇനി അടുത്ത ശ്ലോകവും സമാനമായിട്ടുള്ളത് തന്നെയാണ്. ദേവിയുടെ ഓരോ ഭാവത്തെ ഉപാസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫലസിദ്ധികളെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 20-ാമത്തെ ശ്ലോകം. കിരന്തീം അംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാം ആധത്തെ ഹിമകരശിലാമൂർത്തിം ഇവ യഃ സഹ സർപ്പാണാം ദർപ്പം ശമയതി ശകുന്താദിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. ഇതാണ് ആ ശ്ലോകത്തിലെ വാക്കുകൾ. അപ്പോൾ ഇവിടെ യഹ സഹ എന്ന പ്രയോഗമുണ്ട്. യഹ എന്ന് പറഞ്ഞാൽ ഏതൊരുവനാണോ, സഹ എന്ന് പറഞ്ഞാൽ അവൻ. അപ്പോൾ ആരാണോ ദേവിയെ ഹൃദി ത്വാം ആധത്തെ എന്ന് പറയുന്നുണ്ട് 2-ാമത്തെ വരിയിൽ. ഹൃദി ത്വാം ആധത്തെ, ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ, ത്വാം എന്ന് പറഞ്ഞാൽ നിന്നെ എന്നാണ് അക്ഷരാർത്ഥം, അമ്മയെ നമ്മുടെ ദേവിയെ എന്നർത്ഥം. ആധത്തെ, ആധത്തെ ആധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു, ധരിക്കുന്നു, ധ്യാനിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആരാണോ ഹൃദയത്തിൽ നിന്നെ ധ്യാനിക്കുന്നത്, അമ്മയെ ധ്യാനിക്കുന്നത്, എങ്ങനെയായിട്ട് ധ്യാനിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അംഗേഭ്യഃ കിരണനികുരുംബ അമൃതരസം കിരന്തീം ഹിമകരശിലാമൂർത്തിം ഇവ ത്വാം ഹൃദി ആദത്തെ. അപ്പോൾ ദേവിയുടെ ഒരു വിശേഷമായിട്ടുള്ള ഒരു ഭാവത്തെ ഇവിടെ പറയാണ്. ഏത് രീതിയിലാണ് ഇവിടെ ധ്യാനിക്കുന്നത് എന്ന്. അംഗേഭ്യഃ എന്ന് പറയുമ്പോൾ ശരീര അവയവങ്ങളിൽ നിന്ന് എന്നർത്ഥം. ശരീരത്തിലെ ഓരോ അവയവങ്ങളിൽ നിന്നും കിരണനികുരുംബ അമൃതരസം കിരന്തീം. കിരണനികുരുംബം എന്ന് പറഞ്ഞാൽ കിരണ സമൂഹം, കിരണജാലം എന്നൊക്കെ പറയാം. അപ്പോൾ ദേവിയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിൽ നിന്നും രശ്മികൾ, ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നുമൊക്കെ കിരണങ്ങൾ പ്രവഹിക്കുന്നത് പോലെ, പ്രസരിക്കുന്നത് പോലെ ദേവിയുടെ ശരീരത്തിൽ നിന്നും കിരണങ്ങൾ, ഇവിടെ ചന്ദ്രകിരണങ്ങൾക്ക് സമാനമായിട്ടുള്ള കിരണങ്ങൾ സമൂഹമായിട്ട് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ആ രശ്മിജാലത്തിൽ നിന്ന് അമൃതരസം കിരന്തീം, അമൃതരസത്തെ വർഷിക്കുക, കിരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വികിരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ റേഡിയേറ്റ് ചെയ്യുക, പ്രസരിപ്പിക്കുക എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അപ്പോൾ അമൃതരസത്തെ വർഷിക്കുകയാണ്. എങ്ങനെയാണോ ആ ചന്ദ്രൻ്റെ കിരണങ്ങൾ അമൃതരസത്തെ വർഷിക്കുന്നത്, സുധാരസം വർഷിക്കുന്നത് കൊണ്ട് ചന്ദ്രന് സുധാംശു എന്ന് പേരുണ്ട്. സുധാകിരണൻ എന്ന അർത്ഥമാണ് സുധാംശു. അപ്പം അതുപോലെ ദേവിയുടെ ശരീരത്തിൽ നിന്നുള്ള കിരണങ്ങളും അമൃതവർഷത്തെ ചെയ്യുന്നതായിട്ട് ഹിമകര ശിലാമൂർത്തിം ഇവ, ദേവിയുടെ രൂപത്തെ ഇവിടെ വർണ്ണിക്കുന്നതാണ്, മൂർത്തിയെ. ഹിമകര ശിലാമൂർത്തിം ഇവ. ഹിമകരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? തണുത്ത കരങ്ങളോട്, രശ്മികളോട് കൂടിയവൻ, ശീതകിരണൻ, ചന്ദ്രൻ, ഹിമകരൻ. അതിൻ്റെ ശില എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചന്ദ്രകാന്ത കല്ല് എന്ന് പറയുന്നതായിട്ടുള്ള കല്ല്, അല്ലെങ്കിൽ ചന്ദ്രോപലം, ചന്ദ്രകാന്ത കല്ല് എന്ന് പറയുന്ന അതിനെയാണ് ഹിമകര ശില എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മൂർത്തി, ആ മൂർത്തിയെ പോലെ എന്നർത്ഥം. ഇപ്പോൾ ചന്ദ്രകാന്തക്കല്ല് എന്ന് പറയുന്ന കല്ല് ചന്ദ്രകിരണങ്ങൾ ഏൽക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ ജലാംശം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ കല്ലിന്ന് എവിടെ നിന്നാണ് ഈ ജലാംശം ഉണ്ടാവുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പുറത്തിങ്ങനെ വേർപ്പ് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചന്ദ്രകിരണങ്ങൾ തട്ടി അതിലുണ്ടാവുന്ന ആ ജലാംശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ചന്ദ്രകാന്ത കല്ല് എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ ജലമുണ്ടാകുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ഹിമകര ശിലാമൂർത്തി, ആ ചന്ദ്രകാന്ത കല്ല് കൊണ്ടുണ്ടാക്കിയ മൂർത്തിയെപ്പോലെ ഇവ
ആരാണോ ത്വാമാദത്തെ ഹൃദി, അമ്മയെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്, സഹ അവൻ എന്ത് ചെയ്യുന്നു? സർപ്പാണാം ദർപ്പം ശമയതി, സർപ്പങ്ങളുടെ ദർപ്പത്തെ ശമിപ്പിക്കുന്നു, അടക്കുന്നു, അഹങ്കാരത്തെ അടക്കുന്നു. ഏതുപോലെ? ശകുന്താധിപ ഇവ. ശകുന്താധിപൻ എന്ന് പറഞ്ഞാൽ, ശകുന്തം എന്ന് പറഞ്ഞാൽ പരുന്ത് എന്നർത്ഥമാണ്. ശകുന്താധിപൻ എന്ന് പറഞ്ഞാൽ പരുന്തുകളുടെയൊക്കെ രാജാവ്, വലിയ പരുന്ത്, കൃഷ്ണപ്പരുന്ത് എന്നൊക്കെ അർത്ഥം. ഗരുഡൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഗരുഡൻ്റെ നിഴല് കണ്ടാൽ മതി ഭൂമിയിൽ. ആകാശത്താണ് ഗരുഡൻ പറക്കുന്നത്. പക്ഷെ ആ ഗരുഡൻ്റെ നിഴല് ഭൂമിയിൽ തട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭൂമിയിലുള്ള സർപ്പങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാളത്തിൽ ഒളിക്കും, എവിടെയെങ്കിലും ചെന്ന് ഹൈഡ് ചെയ്യൂര്. അപ്പോൾ ഗരുഡൻ്റെ നിഴല് മതി. ഗരുഡൻ്റെ ചിറകടിയുടെ ആ ചലനം എവിടെയെങ്കിലും കേൾക്കുക ചെയ്യുന്ന പാമ്പുകൾക്കറിയാം. അത് പാമ്പുകൾ മാളത്തിലേക്ക്, അത് നൈസർഗികമായിട്ടുള്ളൊരു സ്വഭാവമാണ് പാമ്പുകൾക്ക്. ഗരുഡനെ കണ്ടു കഴിഞ്ഞാൽ, ഗരുഡൻ്റെ നിഴൽ കണ്ടു കഴിഞ്ഞാൽ ഒളിക്കുക എന്നുള്ളത് അത് പ്രകൃതി കൊടുത്തിട്ടുള്ളൊരു ശക്തിയാണ്. ബാക്കിയുള്ളതിനെ ഒന്നും പാമ്പുകൾക്ക് അത്ര പേടിയില്ല. എന്നാൽ ഗരുഡൻ്റെ നിഴൽ അവർക്ക് അവരെ ഭക്ഷിക്കാൻ വരുന്ന ആളാണെന്ന് തിരിച്ചറിയാം. എങ്ങനെയാണോ നൈസർഗികമായിട്ട് ഒരു അമ്മയ്ക്ക് കൊച്ചുകുട്ടിയെ കാണുമ്പോൾ സ്ഥലങ്ങളിൽ പാല് ചുരക്കുന്നത്, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ കാണുമ്പോൾ പശുവിൻ്റെ ആ ഒരു വാത്സല്യം പ്രകടമാകുന്നത്, അതുപോലെ ഈ നൈസർഗികമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പാമ്പുകൾക്ക് ഗരുഡൻ്റെ നിഴൽ കാണുമ്പോൾ ഇല്ലാതെ എന്താ പറയുക, ഹൈഡ് ചെയ്യുന്ന സ്വഭാവം എന്ന് പറയുക. അപ്പം ഇങ്ങനെ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ സൂചിപ്പിച്ചുകൂടെ. സർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ. ഒരു ശകുന്താധിപനെ കാണുമ്പോൾ സർപ്പങ്ങൾ എങ്ങനെ അവയുടെ ദർപ്പമില്ലാതെയാവുന്നുവോ അതുപോലെ ഈ ഭഗവതിയെ ധ്യാനിക്കുന്നവരെ കാണുമ്പോൾ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാര സിരയ. അദ്ദേഹം, ഈ ഭഗവതിയുടെ ഉപാസകൻ, ജ്വരപ്ലുഷ്ടാൻ എന്ന് പറഞ്ഞാൽ ജ്വരത്തിൽ പീഡിതരായിട്ടുള്ളവർ, ജ്വരത്തിൽ മുഴുകിയവർ, പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗപീഠകൾ. ഇപ്പോൾ നമ്മൾ കൊറോണ മുതലായിട്ടുള്ള വൈറസൊക്കെ ബാധിക്കപ്പെട്ടവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള ജ്വരങ്ങളാൽ ബാധിക്കപ്പെട്ടവർ. ഇനി ജീവിതം തന്നെ, സംസാരം തന്നെ ഒരു ജ്വരമാണ്. അപ്പോൾ സംസാര താപത്താൽ ബാധിതരായിട്ടുള്ള ആളുകളെ ദൃഷ്ട്യാ സുഖയതി, അവൻ നോട്ടം കൊണ്ട് തന്നെ സുഖിപ്പിക്കുന്നു, സുഖപ്പെടുത്തുന്നു. എങ്ങനെയുള്ള നോട്ടം കൊണ്ട്? സുധാധാര സിരയാ ദൃഷ്ട്യാന്ന്. അവിടെ സുധാധാര സിരയ എന്നുള്ളത് ദൃഷ്ടിയുടെ വിശേഷണമാണ്. അമൃതധാര ഒഴുകുന്ന നാഡികളെ കൊണ്ടുള്ള ദൃഷ്ടി കൊണ്ട് എന്നർത്ഥം. സുധാധാര സിരയാ ദൃഷ്ട്യ. സിര എന്ന് പറഞ്ഞാൽ നാഡി. അപ്പോൾ സുധാധാരം എന്ന് പറഞ്ഞാൽ അമൃതപ്രവാഹം. അപ്പോൾ അമൃതപ്രവാഹം ഒഴുകുന്ന നാഡിയോടുകൂടിയ ദൃഷ്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ ആർദ്രമായ ദൃഷ്ടി. ആ ദൃഷ്ടിയിൽ നിന്ന് അമൃതമാണ് വർഷിക്കുന്നത്. അപ്പോൾ അമൃതം വർഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സുഖങ്ങളും മാറും, മരണഭയം പോലും പോകും. അപ്പം അങ്ങനെയുള്ള കാരുണ്യ ദൃഷ്ടി ഉണ്ടാവുന്നു ആർക്ക്? ഈ ഉപാസകന് പോലും. കാരണം അയാൾ ഉപാസിക്കുന്നത് ആരെയാണ്? കരുണാമൂർത്തിയായിട്ടുള്ള അമ്മയെയാണ്. അപ്പോൾ അങ്ങനെ ആർദ്രയായിരിക്കുന്ന മാതൃഭാവത്തിലുള്ള ദേവിയെ ചന്ദ്രകാന്തക്കല്ല് പോലെയുള്ളതായിട്ടുള്ള മൂർത്തിയായിട്ട്, അല്ലേ, ദേവിയുടെ ശരീര അവയവങ്ങളിൽ നിന്നൊക്കെ അമൃതരസം പ്രസരിക്കുന്ന ഭാവത്തിൽ ധ്യാനിച്ചാൽ ആരെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അവരുടെ ആ ഒരു ഗുണം നമുക്കും വന്നു ചേരുകയാണ്, ആ താതാത്മ്യം വന്നു ചേരുകയാണ്. അങ്ങനെ താതാത്മ്യം കൊണ്ട് നമ്മളും ദേവിയുടെ ആ ഗുണങ്ങളൊക്കെ ആർജിച്ചവരായിട്ട് നമ്മുടെ ഉള്ളിൽ ദയ കൊണ്ട് നമ്മളും ആർദ്രരാവും. അങ്ങനെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ദുഃഖിതരായിട്ടുള്ളവർ വരുമ്പോൾ നൈസർഗികമായിട്ടുള്ളൊരു കാരുണ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വഴിഞ്ഞ് ഒഴുകും. നിഷ്കളങ്കമായിട്ടുള്ളൊരു കാരുണ്യം, ഒരു ദയ. അതാണ് ഈ ഉപാസനയുടെ ഫലം. ദേവിയെ അങ്ങനെ ഉപാസിച്ച് അവരുടെ നോട്ടം പോലും, ദയയോടുകൂടിയതായിട്ടുള്ള നോട്ടം പോലും, അവൻ്റെ മുമ്പിൽ വരുന്നതായിട്ടുള്ള ആ രോഗപീഡിതരെ, ജ്വരപീഡിതരെ, അല്ലെങ്കിൽ വിഷബാധ ഏറ്റിട്ടുള്ളവരെ, ഇവിടെ സർപ്പാണാം ദർപ്പം ശമയതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സർപ്പങ്ങളുടെ ദർപ്പത്തെ ശമിപ്പിക്കുന്ന ഒരു പരുന്ത് എങ്ങനെയാണോ അതുപോലെ എന്ന് പറഞ്ഞതുപോലെ, ഇത് ഈ നാമം ജപിച്ച്
ഈ ശ്ലോകം ചൊല്ലി ഈ ഒരു ഭാവത്തിൽ ദേവിയെ ഉപാസിക്കുന്ന അനേകം വൈദ്യന്മാരുണ്ട്. ദേവി ഉപാസകന്മാരായിട്ടുള്ള വൈദ്യന്മാർ, പ്രത്യേകിച്ച് വിഷവൈദ്യന്മാർ, അവർക്കൊക്കെ പറ്റിയ ഒരു ശ്ലോകമാണിത്. ഇത് നിരന്തരം ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ദേവിയെ ഉപാസിക്കുക. ദേവിയെ ഈ ഒരു ചന്ദ്രകാന്ത കല്ല് പോലെ ഉള്ള ഭാവത്തിൽ ഉപാസിക്കുക. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു സിദ്ധി ഉണ്ടാവുന്നു അവർക്ക്. അവരുടെ മുമ്പിൽ വരുന്ന രോഗിയെ നോട്ടം കൊണ്ട് തന്നെ അവർക്ക് രോഗം ഇല്ലാതാക്കാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി അല്ലേ, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് രോഗിയുടെ രോഗത്തെ അപ്പം തന്നെ ഇല്ലാതാക്കാം. ഇപ്പം ഡോക്ടറുടെ ആത്മവിശ്വാസമാണ് രോഗിയുടെ പകുതി രോഗത്തെ മാറ്റുന്നത്. നമ്മൾ ഏതെങ്കിലും അസുഖവുമായിട്ട്, സീരിയസ് ആയിട്ടുള്ള അസുഖം, നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചിരിച്ചോണ്ട് പറയണം, ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ ശരിയാക്കി തരാം, പേടിക്കേ വേണ്ട എന്നാണ് പണ്ടത്തെ ഡോക്ടർമാരൊക്കെ പറയുക. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പകുതി രോഗം പോയി. നമുക്ക് തന്നെ അത് നിസ്സാരമായിട്ട് തോന്നി. അത് ശരി, ഇത്രയൊന്നും വേദനയും ഈ ദുഃഖത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തോ എൻ്റെ ഒരു എന്താ പറയുക, ഞാനിത്തിരി എക്സാജറേറ്റ് ചെയ്തതാണോ ഒന്ന് സ്വയം ഒരു അപകർഷത, സങ്കോചം തോന്നും രോഗിക്ക് തന്നെ. വേണ്ടിയിരുന്നില്ല, ഇത്രയേ ഉള്ളൂ, നിസ്സാരമായിരുന്നു എന്ന് അങ്ങനെ കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ അവർ നമുക്ക് ആത്മവിശ്വാസം തന്ന് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടി നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കും. അതാണ് പഴയ ഡോക്ടർമാർ ചെയ്യുക. ഇന്നത്തെ മെഡിക്കൽ സിസ്റ്റം തന്നെ വേറെയാണ്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴേക്കും ഡോക്ടർമാർ ഉടനെ അവർ തന്നെ പേടിച്ചതുപോലെയൊക്കെ അഭിനയിക്കും. അയ്യോ, ഇത് ഇത്തിരി സീരിയസ് ആണ്, ഇത് ആ ടെസ്റ്റ് എടുക്കണം, ഈ ടെസ്റ്റ് എടുക്കണം, എന്നിട്ട് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ, ചിലപ്പോൾ കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ കിടക്കണം ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിച്ചളയും. കാരണം അവരെ അങ്ങനെയാണ് ഇപ്പോഴത്തെ മെഡിക്കൽ ബിസിനസ് ആക്കി വെച്ചിരിക്കുന്നത്. ആശുപത്രി ഉടമസ്ഥന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന ഉടനെ തന്നെ രോഗിക്കൊന്നുമില്ല എന്ന് പറയരുത്, നമ്മുടെ ഇവിടുത്തുള്ള മെഷീനൊക്കെ കോടികൾ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ വേഗം അതിനൊക്കെ ഉപയോഗം വേണം. അപ്പോൾ പല ടെസ്റ്റുകളും പറയണം, അതിന് പേടിപ്പിക്കണം രോഗികളെ. മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂർ ജാമ്യം എടുത്തു വെക്കണം. നമ്മുടെ ചികിത്സ ഫലിക്കാതെ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ തന്നെ അതിനൊരു മുൻകൂർ ജാമ്യം കൂടി അവർക്ക് സീരിയസ് ആണ് എന്നുള്ളത് പറഞ്ഞുണ്ടാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ഡോക്ടർമാർക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എന്താ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാരും പലരും മോശമാണ്, പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. രോഗിക്ക് എന്തെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവർ ആശുപത്രി തന്നെ തല്ലി തകർക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയാണ് ഇന്ന് കാണുന്നത്, വിപരീതമായിട്ടുള്ള രീതിയാണ് കാണുന്നത്. പണ്ടത്തെ ഡോക്ടർമാരെ പോലെയല്ല. പണ്ടത്തെ വൈദ്യന്മാരൊക്കെ ദൂരത്തുനിന്ന് രോഗി വരുന്ന കണ്ടാൽ തന്നെ രോഗം എന്താണെന്ന് പറയും, തൊട്ടുപോലും നോക്കണ്ട, നാടി പിടിക്കേണ്ട ആവശ്യം പോലും ഇല്ല അവർക്ക്. എന്നിട്ട് ഉടനെ തന്നെ സിമ്പിളായിട്ട് അവരതിന് പ്രതിവിധി പറയും, ഇത്രയേ ഉള്ളൂ, പേടിക്കുക വേണ്ട എന്ന് പറയും. അപ്പോൾ അതുപോലെയുള്ള ഒരു സിദ്ധി ഈ ഒരു ദേവിയെ ഉപാസിക്കുന്ന ഭക്തന് ദേവി തന്നെ കൊടുക്കുന്നു. കാരണം ദേവിയുടെ ആ ഒരു ഭാവം തന്നെ ആർദ്രമായിട്ടുള്ള ഭാവമാണ്. ആ ആർദ്രത ഈ ഭക്തനും പകർന്നു കിട്ടി തൻ്റെ മുമ്പിൽ വരുന്ന ജ്വരപ്ലുഷ്ടന്മാരെ, സംസാര തപ്തന്മാരെ, അല്ലെങ്കിൽ മറ്റു വ്യാധികളെ കൊണ്ട് തപിക്കുന്ന ആളുകളെ, ഇനി അഥവാ വിഷം തേണ്ടിയതായിട്ടുള്ള ആളുകളെ പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ അവരുടെ ഒരു സ്പർശം മതി, അവരുടെ നല്ല വാക്കുകൾ മതി, അത്രയ്ക്ക് ശക്തിയുള്ളവരാക്കി തീർക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉപാസന സമ്പ്രദായത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഈ